കായിക രംഗത്ത് പുത്തൻ ചുവടുവെപ്പ്. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഗ്രാസ് ടർഫ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. 90 മീറ്റർ നീളവും 45 മീറ്റർ വീതിയിലുമാണ് ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയ ഗ്രാസ് ടർഫ് നിർമ്മിച്ചിരിക്കുന്നത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ടെക്നോളജി വളരുമ്പോൾ രണ്ട് കാര്യങ്ങൾക്കാണ് ലോകം പ്രാധാന്യം നൽകാൻ പോകുന്നത്. അതിലൊന്ന് കായികവും ഒന്ന് കലയുമാണ്. രണ്ട് വിനോദങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലോകം നൽകാൻ പോകുന്നത്. അപ്പോൾ ഇതിനനുസൃതമായി തന്നെ പുതിയ തലമുറക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം. അത് നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ ഒരുങ്ങുന്നു എന്നുള്ളൊരു കാര്യം കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഒരു സംവിധാനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നൊരു ആശംസ കൂടി നേരുന്നു. മറ്റൊരു കാര്യം, കോളേജ് നിങ്ങളുടെ സ്പോർട്സിൽ ഉള്ള താല്പര്യം, നമ്മുടെ കോളേജ് ലീഗ് മത്സരങ്ങൾക്ക് നിങ്ങൾ ടീമിനെ സെറ്റ് ചെയ്താൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭാവി നമുക്ക് ഉറപ്പു തരാൻ പറ്റും. ഈ കോളേജ് ലീഗിൽ നിന്നാണ്. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി പരിപാടിയിൽ അധ്യക്ഷനായി. ചടങ്ങിൽ MLA P മമ്മിക്കുട്ടി മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുലാബ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ VP, ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇബ്രാഹിം K, ഡയറക്ടർ അൻവർ സാദത്ത്, നഗരസഭ പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ്, NSS കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ മായ K, ഐഡിയൽ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രത്നാകരൻ KP, NSS പ്രോഗ്രാം ഓഫീസർ റഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ചെറുപ്പുളശ്ശേരിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ കായിക രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദ വേഴ്സറ്റൈൽ ജ്വല്ലറി.